തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ വീണ്ടെടുത്ത പോലീസ്. സുഹൃത്തായ സുകാന്ത് യുവതിയോട് ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ഓഗസ്റ്റ് 9 മരിക്കുമെന്നായിരുന്നു യുവതിയുടെ മറുപടി. ഫെബ്രുവരി 9 ടെലഗ്രാമിലൂടെ ഇരുവരും നടത്തിയ ചാറ്റിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, അപ്പോൾ ഈ യുവതി ആത്മഹത്യ ചെയ്യുമെന്നുള്ള കാര്യം സുകാന്ത് സുരേഷ് നേരത്തെ അറിയാമായിരുന്നു എന്നാണോ? ഹാഷ്മി, ഉറപ്പായിട്ടും അതിനപ്പുറത്തേക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ശക്തമായി നിലനിൽക്കും എന്നുള്ളതിന് പോലീസിന് ലഭിച്ച ഏറ്റവും നിർണായക തെളിവായി നമുക്ക് ഈ ചാറ്റിനെ കാണാൻ കഴിയും. എന്തിനാണ് നല്ല ജോലിയുള്ള ഉയർന്ന ശമ്പളമുള്ള ഒരു IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിന് കാരണങ്ങൾ തപ്പി നടക്കുകയായിരുന്നു പോലീസ്. അതിൽ സുകാന്തിനെ കേന്ദ്രീകരിച്ച് കുടുംബം ആരോപിച്ച ആരോപണമൊക്കെ നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെ വിഷയത്തിൽ പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെയാണ് സുകാന്തിന്റെ ഐഫോൺ പോലീസ് കോടതിയിൽ നിന്ന് ശേഖരിച്ച വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ ടെലഗ്രാമിൽ ഈ യുവതിയുമായി IB ഉദ്യോഗസ്ഥയുമായി സുകാന്ത് സ്വരാജ് നടത്തിയ ചാറ്റിന്റെ രൂപമാണ് പോലീസിന് ലഭിച്ചത്. ആ ചാറ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ടെലഗ്രാം അക്കൗണ്ടോ ടെലഗ്രാം ആപ്ലിക്കേഷനോ ഡിലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസിന് ആ ചാറ്റ് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. ആ ചാറ്റിലാണ് ഈ ആത്മഹത്യാ പ്രേരണ, സുകാന്ത് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ ചാറ്റിന്റെ പൂർണ്ണ രൂപം ഹഷ്മി ഞാനൊന്ന് പറയാം. അതായത് സുകാന്തും IB ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ചാറ്റാണ്. സുകാന്ത് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്നു. IB ഉദ്യോഗസ്ഥ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല. അപ്പോൾ സുകാന്തിന്റെ മറുപടി, നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റൂ. യുവതി, അതിന് ഞാൻ എന്ത് ചെയ്യണം? സുകാന്ത് പറയുന്നു, നീ പോയി ചാകണം. സുകാന്ത് വീണ്ടും പറയുന്നു, നീ എന്ന് ചാകും എന്നുള്ള ഒരു സന്ദേശം അയക്കുന്നു. നിരന്തരം നീ എന്ന് ചാകുമെന്ന് ചോദിച്ചപ്പോൾ യുവതിയുടെ മറുപടി ഓഗസ്റ്റ് 9 മരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം IB ഉദ്യോഗസ്ഥ അതിനു മുൻപ് തന്നെ അവർ ഈ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സംഭാഷണം നടന്നത് ഫെബ്രുവരി 9 അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടെലഗ്രാം ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാത്തതിനാൽ പോലീസിന് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കോടതിയിൽ നിന്ന് പരിശോധിച്ച ഫോണ് അത് പോലീസ് വീണ്ടും കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ട് വാങ്ങിയത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ലഭിച്ച തെളിവ് അത് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറി അത് തൊട്ടടുത്ത ദിവസം ഹൈക്കോടതിയിലേക്കും നൽകും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ നിലവിലിപ്പോൾ ഇയാൾക്ക് കിട്ടുന്നൊരു നിയമസംരക്ഷണമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ മറികടക്കുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം. ഈ ചാറ്റിൽ നിന്ന് പോലീസ് വീണ്ടെടുത്ത ഈ ചാറ്റിൽ ഒരു കാര്യം വ്യക്തമാണ്. അതായത് സുകാന്ത് ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു, കൃത്യമായി കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അങ്ങ് എക്സ്ട്രീം മാനസികമായി തളർന്നു നിൽക്കുന്ന യുവതിയെ തള്ളി ആത്മഹത്യയിലേക്ക് എത്തിച്ചു ഈ സുകാന്ത് സുരേഷ് എന്ന് വ്യക്തമാണ് ആ ചാറ്റിൽ. ഷഫീദ്, അഷ്മി, ഉറപ്പായിട്ടും അത് തന്നെയാണ്. അതായത് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഈ IB ഉദ്യോഗസ്ഥയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സുകാന്താണ് എന്ന് പോലീസിന് കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല ഹഷ്മി, അതിൽ ആ ചാറ്റിൽ വളരെ നമുക്കറിയാം ഈ രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ പോയി ചാകണമെന്ന് പറയപ്പെടുന്ന മാനസികാവസ്ഥയിലേക്ക് സുകാന്ത് സുരേഷ് പെരുമാറി എന്നുള്ളത് തന്നെയാണ് ഈ ക്രൈമിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, നിരന്തരം ഇയാൾ പറയുന്നുണ്ട്, നീ എന്ന് ചാകും എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഈ ക്രൈം അതല്ലെങ്കിൽ ഇത് എത്രത്തോളം ക്രൂരമായിരുന്നു ഈ സംഭവം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ്. ഏതായാലും ഇത് കോടതിയിൽ കൈമാറുന്നതോടെ പോലീസിനെ സംബന്ധിച്ച ഈ സുകാന്ത് സുരേഷിന്റെ അറസ്റ്റിലേക്ക് അതല്ലെങ്കിൽ വിശദമായി ഇയാളുടെ പങ്ക് ഈ വിഷയത്തിൽ ഉണ്ട്, അത് പ്രൂവ് ചെയ്യാൻ പോലീസിന് കഴിയുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. ഹഷ്മി, ഓക്കെ. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൃത്യമായി തന്നെ ആത്മഹത്യയിലേക്ക് എങ്ങനെയാണ് പാത വെട്ടിക്കൊടുത്തത് ഈ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷ് എന്നുള്ളതാണ് ആ ചാറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. നീ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ പോയി ചാവണം എന്ന് പറയുകയാണ്. ആരാണ് പറയുന്നത്? ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, IB ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതിനെ തുടർന്ന് ഇന്ന് ചാവും എന്നടക്കമുള്ള ഡേറ്റ് അടക്കം അയാൾ ചോദിക്കുന്നുണ്ട് ആ ചാറ്റിൽ. എന്തായാലും അത് കുറച്ചുകൂടി ആ കേസ് കുറച്ചുകൂടി ക്ലാരിറ്റി വരികയാണ് കോടതിയിൽ.